ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് ഡിലീഷ്യസിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു പനീർ പിസ്സയാണ്. ഇതിലേക്ക് ആവശ്യമായത് 1 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് മാവ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സാൾട്ട്, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ഓയിൽ, 1/2 കപ്പ് തൈര്, എന്നിവയാണ്. ഇവ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. 1/2 കപ്പ് മൈദ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് മൈദയും 1/2 കപ്പ് ഗോതമ്പ് മാവാണ് ഉപയോഗിക്കുന്നത്. പാകത്തിന് വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറും തൈര് എന്നിവ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. കുഴച്ച് വെച്ച മാവ് അടച്ചു വെച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ സമയം ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. സവാള ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ഇതളുകൾ അടർത്തി വയ്ക്കുക. ക്യാപ്സിക്കം കുരുകളഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. ടൊമാറ്റോയും അകത്തെ കുരു നീക്കം ചെയ്ത് നീളത്തിൽ അരിഞ്ഞു വയ്ക്കണം. കോൺ പ്രീ കുക്ക് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ സമയം കുക്ക് ചെയ്തെടുത്ത് വയ്ക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ പനീർ, ഉപ്പ്, കുരുമുളക്, ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി പുരട്ടുക. ഇത് വെജിറ്റബിൾ ഓയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ചൂട് കട്ടിയുള്ള ഒരു കടായി അല്പം ഉപ്പിട്ട് ഒരു തട്ട് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യുക 15 മിനിറ്റ്. ഈ സമയം കുഴച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാവെടുത്ത് വീണ്ടും നന്നായി കുഴച്ചെടുക്കുക. ഇത് 2 പിസയ്ക്കുള്ള മാവുണ്ട്. 2ആയി മുറിച്ച് ഒരു പോർഷൻ മാറ്റി വയ്ക്കുക. മറ്റൊരു പോർഷൻ വീണ്ടും കുഴച്ച് അത് ചെറുതും വലുതുമായി മുറിച്ചെടുക്കുക. വലിയ പോർഷൻ മാറ്റി വെച്ച് ചെറുത് പരത്തി ചുട്ടെടുക്കുക. 2 സൈഡും ചെറുതായി മറിച്ചും തിരിച്ചും ഇട്ട് ചുട്ടെടുത്ത് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിരിക്കുന്ന വലിയ പോർഷൻ മാവെടുത്ത് വീണ്ടും നന്നായി പരത്തുക. ഈ മാവ് ഒരല്പം വലുതായി തന്നെ പരത്തിയെടുക്കുക. ബേക്ക് ചെയ്യുന്ന ഒരു തട്ടിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് ഈ പരത്തി വെച്ചിരിക്കുന്ന മാവെടുത്ത് അതിന് മുകളിലായി വച്ചു കൊടുക്കുക. ചീസ് സ്പ്രെഡ് അതിൽ പുരട്ടി കൊടുക്കുക. നന്നായി ചീസ് സ്പ്രെഡ് പുരട്ടിയതിന് ശേഷം അതിന് മുകളിലായി നേരത്തെ ചുട്ടെടുത്ത് വെച്ചത് വച്ചു കൊടുക്കുക. അരികുകളിൽ അല്പം വെള്ളം തടവി മുകളിലേക്ക് മടക്കി കവർ ചെയ്തെടുക്കുക. ഉള്ളിൽ വച്ചിരിക്കുന്ന ചീസ് സ്പ്രെഡ് പുറത്തു പോകാത്ത രീതിയിൽ ഫോർക്ക് ഉപയോഗിച്ച് നന്നായി അമർത്തി കൊടുക്കുക. നടുഭാഗങ്ങളിലും ഫോർക്ക് ഉപയോഗിച്ച് അമർത്തി ഹോളിട്ട് കൊടുക്കുക. ഇതിന് മുകളിലായി പിസ്സ സോസ് പുരട്ടുക. പിസ്സ സോസിന് പകരം ടൊമാറ്റോ കെച്ചപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതിന് മുകളിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും
ഓരോന്നായി നിരത്തി കൊടുക്കുക. സവാള, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ, കുക്ക് ചെയ്ത് വച്ചിരിക്കുന്ന കോൺ, ഗ്രേറ്റഡ് ചീസ് എന്നിവ നിരത്തി നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. 15-20 മിനിറ്റിനുള്ളിൽ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഹോം മെയ്ഡ് പിസ്സ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കാം ചൂടോടുകൂടി. എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക. ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.